അല്ല എൻട്രി ഏജ് എത്ര വരെ ഉണ്ട് സാറേ? എൻട്രി ഏജ് മൂന്ന് മാസം തൊട്ട് 65 വയസ്സ് വരെ ഉണ്ട്. പുതിയത് അപ്പോൾ അതിനകത്ത് 60 വയസ്സ് വരെ കുഴപ്പമില്ല. 60 വയസ്സ് വരെ മെഡിക്കൽ ചെക്കപ്പ് ഒന്നും വേണ്ട. 60 കഴിഞ്ഞാൽ മെഡിക്കൽ ചെക്കപ്പ് വേണം. അപ്പൊ 60 വയസ്സ് കഴിഞ്ഞിട്ട് കോപ്പേയ്മെന്റ് വരും. 60 വയസ്സ് കഴിഞ്ഞാല് മറ്റേ മെഡിക്കൽ ചെക്കപ്പ് വേണം. മറ്റേ എന്തെങ്കിലും ഷുഗറോ പ്രഷറോ ഒക്കെ ഉണ്ടോന്ന് അറിയാനായിട്ട്. അതിൽ ഒരു 10-12 ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഒരു 1000 ചില്ലാൻ രൂപ ചിലവുണ്ട് അതിന്. ഉണ്ടല്ലേ? അപ്പൊ അത് ടെസ്റ്റ് നടത്തി അതിന്റെ റിപ്പോർട്ടും കൂടെ വയ്ക്കണം. അതിലിപ്പോ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ആ ഷുഗർ എക്സ്ക്ലൂഡ് ചെയ്യും. പക്ഷെ മറ്റേ ഇവരുടെ എനിക്ക് തന്നെ മറ്റേ മണിപ്പാൽ സിഗ്നയുടെ ഉണ്ട് സ്വന്തം എന്റെ പേരിൽ തന്നെ ഉള്ളത് ഇൻഷുറൻസ്. അവരുടെ എന്താ ഗുണമെന്ന് വെച്ചാൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തി ഫ്രീ ആണ്. എനിക്കറിയാം സാറേ, മണിപ്പാലിന്റെ ഇപ്പൊ സർവ എന്നൊക്കെ പോളിസി ഇറങ്ങിയിട്ടുണ്ട്. അതായത് 10 കമ്പനി കൊണ്ട് ചെയ്യുന്നതാണ്. എല്ലാ കമ്പനികളും അറിയാം. ഇപ്പൊ പബ്ലിക് സെക്ടർ വേണമെന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ അതുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാകുമ്പോ ഇതിന്റെ പ്രൊസീജിയർ ഇതാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. അതിന്റെ ബ്ലഡ്, യൂറിൻ, ECG അത് 3 എടുക്കേണ്ടി വരും. അതിൽ അവർ പറയുന്ന ടെസ്റ്റുകളുണ്ട്. അത് ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക ഏതൊക്കെയാന്നുള്ളത്. അതെടുത്ത് അതിന്റെ റിപ്പോർട്ട്. അതിനകത്ത് സബ്ലിമിറ്റ്സ് നേരത്തെ ഹെർണിയക്ക് സബ്ലിമിറ്റ്സ് അങ്ങനെയില്ല. ഹെർണിയ, പൈൽസ് ഇതൊക്കെ നേരത്തെ ഇപ്പൊ ഇത് 2 വർഷത്തെ എക്സ്ക്ലൂഷൻ ഉണ്ടായിരുന്നു. അതെടുത്ത് കളഞ്ഞു. ഇപ്പൊ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസം മാത്രമേ ഉള്ളൂ. അതായത് ചില അസുഖങ്ങൾക്ക് 2 വർഷത്തേക്കില്ലേ? എല്ലാത്തിനും കിട്ടും. ഇപ്പൊ എല്ലാത്തിനും കിട്ടും. എല്ലാ 30 ദിവസം കഴിഞ്ഞാൽ കവർ ചെയ്യുന്നതാണോ? കിട്ടും. അതെ, കവർ ചെയ്യും. അതാണ് പുതിയ പ്രീമിയം ഇത്തിരി കൂടിയുണ്ട്. അത് കാരണം സ്ലോലി ഗ്രോയിങ് ഡിസീസസ് ഇല്ലേ സാറേ? പതുക്കെ ഹെർണിയ, പൈൽസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾക്ക് അതില് കിട്ടാതെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഓൾറെഡി ഉണ്ടെങ്കിലും കിട്ടില്ല. എത്ര നാളത്തേക്കാണ്? അത് എങ്ങനെയാന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ ക്ലെയിം അവരെങ്ങനെയാ പ്രൊസീജിയർ ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഇപ്പത്തെ ലേറ്റസ്റ്റ് ഇതനുസരിച്ച് IRDA പറയുന്നത് 4 വർഷമാണ്. നമ്മുടെ പോളിസിക്കകത്ത് ഇപ്പം വല്ല മാറ്റം? 2 വർഷം. ഞങ്ങളുടെ 2 വർഷമാണ്. നേരത്തെ 4 വർഷം. അപ്പൊ 4 വർഷം മറ്റേ ഇത് മാത്രം. നീ ജോയിന്റ് ഇല്ലേ, കാൽമുട്ട്, ജോയിന്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ 4 വർഷം. കാൽമുട്ട് മാറ്റുന്ന മാത്രം 4 വർഷത്തെ. ബാക്കിയെല്ലാം 2 വർഷം. ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ഓസ്റ്റിയോപോറോസിസ് ആണ് പറയാറ്. അതെ. അത് മാത്രം 4 വർഷം. ബാക്കി ഹെർണിയ, പൈൽസ് മറ്റേ ഇതൊക്കെ 2 വർഷമാണ് ഇത്. പക്ഷെ അതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്തെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതേറെ ക്ലെയിമിന്റെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. വേറെ ഹെർണിയക്ക് അതിനകത്ത് സബ്ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റി? സബ്ലിമിറ്റ് ഇല്ല. സബ്ലിമിറ്റ് ഉണ്ട്. 10%, 15%, 25%. യൂട്രസ് റിമൂവല് 10% അല്ലേ? 20% 20% മാറി. ഇപ്പൊ 15% മറ്റേ ഓരോ തവണ മാറിക്കൊണ്ടിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞത് 20 മറ്റേ എന്താണ് 20% ഡിഡക്ഷൻ വരുന്ന പറഞ്ഞത്? 20% സാധാരണ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഇന്നലെ ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടമാനം വെട്ടിക്കുറച്ചു. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ അത് പണ്ടെടുത്താ. അപ്പൊ അതില് 20% ഏത് ക്ലെയിം വന്നാലും 60 വയസ്സ് കഴിഞ്ഞവരെ പിടിച്ചിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ പുതിയതായിട്ട് എടുക്കുമ്പോ പുതിയ റേറ്റിൽ വരുമ്പോഴത്തേക്കും 10% പിടിക്കുള്ളൂ. പോളിസി എടുത്തതിന് ശേഷം ഈ 60 വയസ്സ് കഴിഞ്ഞ, അതായത് 60 വയസ്സിന് മുമ്പ് പോളിസി മുമ്പുള്ളവർക്ക് അത് കുഴപ്പമില്ല, അത് ഫുള്ള് കിട്ടും. അല്ല സാറേ, 60 വയസ്സിന് മുമ്പ് പോളിസി എടുത്തിട്ട് 60 വയസ്സ് കഴിഞ്ഞാൽ 20% കട്ടിങ് വേറെ വരുന്നുണ്ട് അതിനകത്ത് അല്ലേ? അതെ, വരുന്നുണ്ട്. അതാണ്. അപ്പൊ കോ പേയ്മെന്റ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അത് കോ പേയ്മെന്റ് ആയിട്ടില്ല. അത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നില്ല. അതില് ഞങ്ങളുടെ കയ്യിൽ കോ പേയ്മെന്റ് ഇല്ല. അതായത് 20% പിന്നെ ക്ലെയിം കോ പേയ്മെന്റാ വരുന്നത്. കോ പേയ്മെന്റ് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ചെയ്യുന്നത്. കോ പേയ്മെന്റ് എന്ന് പറയുന്നില്ല, അത് അവര് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ ഇതാണ് പറയുന്നത്. ഇത് എന്താ ഡിഡക്റ്റബിൾ. ഈ ന്യൂ ഇന്ത്യയിലെ പോളിസിക്ക് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതാണ് നേരത്തെ എടുത്ത. പക്ഷേ സ്റ്റാർ ഹെൽത്തിലെ പോളിസിക്കകത്ത് അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. മറ്റേ പ്രൈവറ്റ് മറ്റേ കൺസ്യൂമർ പ്രൈവറ്റിൽ നമുക്ക് ആഡ് ഓൺ പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ കൺസ്യൂമറുകൾ കവർ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, ആഡ് ഓൺ ഒന്നുമില്ല. കൺസ്യൂമറുകൾ കട്ട് ചെയ്തിട്ടേ തരുള്ളൂ. അത് കൺസ്യൂമർ ആഡ് ചെയ്യാനുള്ള അതൊരു 4000-5000 രൂപയൊക്കെ വരും ഏതെങ്കിലും ഒരു ഓപ്പറേഷനൊക്കെ. അത് ഒറ്റടിക്ക് കട്ട് ചെയ്യും. അതൊക്കെയാണ് അതിന്റെ ലാഭം. ഇപ്പൊ അറിയുമല്ലോ, സ്റ്റാർ ഹെൽത്തിലും മറ്റുള്ള കമ്പനികളിലൊക്കെ സ്റ്റാർ ഹെൽത്ത് അതായത് ഒരു പോളിസി എടുത്തതിന് ശേഷം അയാൾ 60 വയസ്സ് കഴിഞ്ഞാലും കോ പേയ്മെന്റ് ആപ്ലിക്കബിൾ ആവില്ല. അത് ശരി.
ആ അതിപ്പോ സ്റ്റാർ ഹെൽത്തിൽ അഷ്യൂർ പോളിസിക്കൊന്നും ഒന്നുമില്ല. അതിനകത്ത് കൺസ്യൂമബിൾ 68 ഐറ്റംസ് കൺസ്യൂമബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ ആഡ് ഓൺ പ്രീമിയം ആണ് വരുന്നത്. അല്ല പക്ഷെ ഓൾറെഡി ഇതിലില്ല. ഹെൽത്ത് അഷ്യൂർ പോളിസി, സ്റ്റാർ ഹെൽത്തിന്റെ ഹെൽത്ത് അഷ്യൂർ പോളിസിയിൽ 68 ഐറ്റംസ് കൺസ്യൂമബിൾസ് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മുടെ കോംപ്രിഹെൻസീവ് പോളിസി അങ്ങനെയുള്ള പോളിസിക്കകത്തൊക്കെ കോംപ്രിഹെൻസീവ് പോളിസി അതുപോലെ മറ്റുള്ള എല്ലാ പോളിസിക്കകത്തും എക്സ്ട്രാ പ്രൊട്ടക്ട് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ അത് ശരി. അപ്പൊ കൺസ്യൂമബിൾ കവർ ചെയ്യും. ട്രീറ്റ്മെന്റ്സ് ഇതില് രക്ഷയില്ല. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ക്ലെയിം വന്നെന്ന് പറഞ്ഞ് അയാളുടെ കൺസ്യൂമർ കട്ട് ചെയ്തു. പിന്നെ ഈ സംഭവം മറ്റേ എന്താ പറയാ 20% അതും കട്ട് ചെയ്തു. അപ്പൊ അയാൾക്ക് പകുതി കാശാ കിട്ടിയത്. പകുതിയല്ല, കുറച്ചും കൂടെ കൂടുതൽ കിട്ടി. അപ്പൊ അയാൾ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ നോക്കിയിട്ട് വിളിച്ചു പറയാം എന്റെ കൊച്ചച്ഛൻ തന്നെ, വേറെ ആളല്ല, കൊച്ചച്ഛൻ്റെ. പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളു. ഞാനിപ്പോ എല്ലാ ബന്ധവും കൂടെ പോകുന്നു തോന്നണം കണ്ടെടുത്ത്. അവര് പറയും അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ. ഞാൻ ചോദിച്ചു എനിക്കെന്ത് ചെയ്യാൻ പറ്റും, അവര് കമ്പനി തീരുമാനിക്കുന്ന കാര്യമല്ല നമുക്ക് തരാൻ പറ്റുള്ളൂ എന്ന്. ഇനി കാണുമ്പോ അവര് ചിലപ്പോ മിണ്ടില്ല, അടുത്തവണ എടുക്കൂല. എടുത്തില്ല ഞാൻ കുഴപ്പമൊന്നുമില്ല, അവര് എവിടെയെങ്കിലും പോയി എടുക്കട്ടെ. പക്ഷെ അതോടെ ചിലപ്പോ ആ ബന്ധം പോകും, പിന്നെ മിണ്ടുമില്ല പിടിക്കൂല. ഒരു പാർട്ടി അങ്ങനെയുണ്ട്, ഒരു ക്ലെയിം വന്ന് കൊടുക്കാൻ കണ്ടവാനം പിടിച്ചിട്ട് അയാൾ ഇപ്പൊ എന്നെ കാണുമ്പോ സംസാരിക്കൂല പിടിക്കൂല, വേറെ സൈഡിലേക്ക് നോക്കിയൊക്കെ പോകും. പണ്ട് നിർത്തി സംസാരിക്കുന്ന ആളാ. വലിയ ക്ലെയിം വല്ലതും വന്നാണോ? വലിയ ക്ലെയിം ആയിരുന്നു. അപ്പൊ അയാൾക്ക് അത് പകുതിയിലധികം വെട്ടിക്കുറച്ചു പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് ഇയാളോട് പറഞ്ഞിട്ട് പുള്ളിക്ക് അത് മനസ്സിലാവണില്ല കാര്യങ്ങളൊന്നും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളി റൂം റെന്റൊക്കെ അടിപൊളി വലിയ റൂമൊക്കെ എടുത്ത് അത് ഞങ്ങളുടെ കയ്യിൽ 1% ഇതാ കിട്ടുള്ളൂ റൂം റെന്റ്. ഇപ്പൊ അത് ഇയാളേതാണ്ട് അന്ന് എടുത്ത് 1 ലക്ഷം രൂപയ്ക്ക് പറ്റും. അപ്പൊ 1000 രൂപ പറ്റാണ് ഇതിന് വരുന്നത് റൂം റെന്റ്. ഇയാൾ എടുത്തേക്കണ 2500. ICU 5%. 5% വരെ? 2% ആണോ? നോർമലി 5%. ആണോ? നോക്കണേ, ഇപ്പൊ വന്നയാൾക്ക് മേജർ അസുഖം വല്ലതാണോ? ഹാർട്ട് ഡിസീസ് വല്ലതാണോ? അതെല്ലാം കിട്ടും. അത് ഹാർട്ട് ഡിസീസിന് 75% കിട്ടും. കൊച്ചന് വന്നത് അല്ല, അത് പുള്ളിക്ക് ക്ഷീണം വന്നിട്ടേ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഷുഗർ ഉണ്ട് പുള്ളിക്ക് ഇച്ചിരി. അപ്പൊ പുള്ളി ആകെ കൊളാപ്സ്ഡായി. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ഒരു 2-3 ദിവസം കിടന്നുള്ളൂ. വലിയ എമൗണ്ട് ഒന്നും വന്നില്ല. 18 രൂപ 20 രൂപ പാസ്സായിട്ട് 9000 രൂപ പാസ്സായുള്ളൂ. അപ്പൊ പുള്ളി എന്നെ വിളിച്ച്, കൊച്ചമ്മയെ വിളിച്ച് പുള്ളിക്ക് 75 കൂടുതലുണ്ട്. 75 മേലെ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോർട്ട് കേട്ടോ. ആണോ? 75-80 അടുത്തുണ്ട് പുള്ളിക്ക്. അത് ഹെൽത്ത് ഹിസ്റ്ററി വേറെ. ഇനിയിപ്പോ വേറെ കാര്യമുണ്ടല്ലോ, പുള്ളിക്ക് ചെയ്യുന്നത് 20 ആണല്ലോ. ഇനി പോളിസി ഒന്നെങ്കിൽ ഇട്ട് കളയും അല്ലെങ്കിൽ പുതുക്കി കൊണ്ടുപോകും. അതെ, കമ്പനി രക്ഷപ്പെട്ടു. ഭയങ്കര പ്രീമിയം ആയിട്ടുണ്ടാവും അല്ലെ? ഭയങ്കര പ്രീമിയം ഉണ്ട്, അതല്ലേ പ്രശ്നം. എത്ര പ്രീമിയം? എത്ര പ്രീമിയം? അതല്ല, പുള്ളി 1 ലക്ഷത്തിലാണ് ഇപ്പൊ എടുത്തേക്കുന്നത്. പുള്ളി 2 ലക്ഷം പറഞ്ഞപ്പോ പുള്ളി പറയാ അത് എടുക്കണ്ടെന്ന് എന്നോട് പറയാ. 1 ലക്ഷത്തിന്റെ പോളിസിക്ക് എത്ര പ്രീമിയം? അത് ഏതാണ്ട് നല്ല എമൗണ്ട് ഉണ്ട്, 10,000-15,000 ഒക്കെ എടുത്തിട്ടുണ്ട്. ഭാര്യയുണ്ട്, പുള്ളിയുടെ ഭാര്യയുണ്ട്. പുള്ളിയുടെ ഭാര്യ റിട്ടയറാ. അവരും ഏതാണ്ട് 60-65 ഒക്കെ എടുത്തിട്ടുണ്ട്. 65 കൂടുതലുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും കൂടെ പ്രീമിയം വന്ന 30,000 സംതിങ് കൂടുതലുണ്ടാവും. അപ്പൊ ഞാനത് പ്രീമിയം പറഞ്ഞു കഴിഞ്ഞപ്പോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രൈവറ്റില് ഒരിടത്തും എടുക്കില്ല ഇത്ര പ്രായമായി കഴിഞ്ഞാൽ. പിന്നെ പ്രീമിയം കൂടുതലായിരിക്കും. അവരുടെ 5 ലക്ഷമാണ് തുടങ്ങണത് തന്നെ. 75 അല്ല 100 വയസ്സ് വരെ എടുക്കാം. അതെ, അതല്ല ഞാൻ പറഞ്ഞു 5 ലക്ഷമാണ് മിനിമം കവറേജ് തുടങ്ങണത് തന്നെ. 5 ലക്ഷമാണ് മിനിമം കവറേജ്. അതെങ്കിലും വേണ്ട ഇന്നത്തെ കാലത്ത് ഒരു പോളിസി. അതെ, അത് ഞാൻ പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു. എന്നിട്ടാണ് പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യടാ, നീ ഒരു 2 ലക്ഷത്തിന് നോക്കാന്ന് പറഞ്ഞു. ഞാനിപ്പോ ശരിന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് പ്രീമിയം പറഞ്ഞ് ഏതാണ്ടോ കഴിഞ്ഞ വർഷത്തെ. അപ്പൊ പുള്ളി പറഞ്ഞു വേണ്ട ഇത് മതി. ഞാൻ പറയട്ടെ, 1 ലക്ഷം രൂപയുടെ പോളിസിക്ക് 30,000 രൂപ പ്രീമിയം അടച്ചാൽ 3 വർഷം അടയ്ക്കുമ്പോ തന്നെ എത്രയാ കയ്യിൽ വെച്ച് ചികിത്സിച്ചാ പോരെ? ഞാൻ അതുപോലെ തന്നെ ഒരു പോളിസി നാഷണലിൽ നിന്ന് പോർട്ട് ചെയ്ത് കൊടുത്തു. 50 ലക്ഷത്തിന്റെ പോളിസി മെഡിക്കൽ ചെയ്താ കൊടുത്തത്. 60,000 രൂപയ്ക്ക് 50 ലക്ഷത്തിന്റെ പോളിസിയാ കൊടുത്തത്. എല്ലാവരുടെയും കയ്യിലിരിക്കണ ഈ ചെറിയ പോളിസിയാ ഭയങ്കര പ്രീമിയം. അല്ല, എല്ലാവർക്കും ഭയങ്കര കവറേജ് കിട്ടണം, പ്രീമിയം അടയ്ക്കാനായിട്ട് പറ്റൂല. അല്ല സാറേ, അത് നമ്മുടെ ഈ പറഞ്ഞാൽ പൊതുവേ സാറിനിപ്പോ പറഞ്ഞാലും മണിപ്പാൽ ചെയ്യുമ്പോ തന്നെ അറിയാമല്ലേ, അവർ ചാർജ് ചെയ്യുന്ന ചെറിയ പോളിസി. അല്ല, എള്ളയിൽ ഏറ്റവും കുറവ് അവർക്കാ, മണിപ്പാലിനാണ്. ബാക്കിയെല്ലാം പ്രീമിയം കൂടുതലാണ് സാറേ. ഇപ്പൊ ഞാൻ നമ്മുടെ പാർശ്വർ പോളിസിയൊക്കെ 60,000 രൂപയ്ക്ക് 50 ലക്ഷത്തിന്റെ പോളിസി ഉണ്ട്.
ഒരു 50 ലക്ഷത്തിന്റെ പോളിസി ഉണ്ട്. ഒരു ഡിസ്കൗണ്ട് എടുത്തു കഴിഞ്ഞാല് അതായത് 1 ലക്ഷം രൂപ പ്രീമിയം അടയ്ക്കുന്ന പകുതി അടച്ചാൽ മതി. അതെ. അതെല്ലാം കവർ ചെയ്യും. റെസ്റ്റോറേഷൻ എല്ലാം ഫീസ് എടുക്കും. എല്ലാ കവറേജ് ഉണ്ട്. അതെ അതെ. ചിലവരെടുക്കും, കാശുള്ള ടീമാണെങ്കിൽ എടുക്കും. ഈ 30,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ആളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഇയാൾ പുള്ളി എന്തിനാ ഇൻഷുറൻസ് പുതുക്കണേ? കാറ്ററാക്ട് പോയാൽ തരത്തില്ല. പിന്നെ എന്തിനാണ് പോളിസി പുതുക്കണേ? അപ്പൊ ഇവര് പ്രീമിയം കൊണ്ട് ഹയക്ക് ചെയ്യുമ്പോ ഒന്നെങ്കിൽ ഇട്ടുകളയും. അതല്ലേ ഏതൊരു പാർട്ടി എന്നോട് പറയും അയാളുടെ 50,000 ചില്ലാൻ രൂപയായി പ്രീമിയം. അപ്പൊ പുള്ളി എന്നോട് പറയും എനിക്കിപ്പോ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ക്ലെയിം ഒന്നും വാങ്ങിയിട്ടില്ല, എനിക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ പോലും ഒരു 50,000 രൂപ വലിയ മേജർ അല്ലാത്തൊരു അസുഖമാണെങ്കിൽ 50,000 രൂപ എന്റെ ട്രീറ്റ്മെന്റ് നടക്കും, പിന്നെ ഞാൻ എന്തിനാ ഇത് എടുക്കണേ എന്നോട് ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മേജർ ഓപ്പറേഷൻ ആണെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി അത് അപ്പോഴല്ല, അതിപ്പോ ആള് തന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ള ഗ്യാരണ്ടി എന്താണുള്ളത്. മേജർ ഓപ്പറേഷൻ വരുമ്പോ മറ്റേ ഹാർട്ടിന്റെ ട്രാൻസ്പ്ലാന്റേഷന് 30 ലക്ഷം 40 ലക്ഷം ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ 1 ലക്ഷം രൂപ കൊണ്ട് പോയിട്ട് എന്താ കാര്യം? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ പുള്ളി പറയാണ് ജീവിക്കുന്ന തന്നെ ഒരു ഞാനും കളിയില്ല. അപ്പൊ പിന്നെ പഴയ ആൾക്കാർക്ക് ഇത് വിട്ട് വേറെ അറിയില്ല. പഴയ ആൾക്കാർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവില്ല. അതാണ് വേറെ കമ്പനി ഇവര് എപ്പോഴും പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രം പഠിച്ചോണ്ടിരിക്കും. മാത്രം എടുക്കുള്ളൂ. ഞാൻ എത്ര പറഞ്ഞാലും എടുക്കില്ല, മാറ്റില്ല. എടുക്കാന്നല്ല, ആ ഒരു കിണറ്റി കിടക്കുക. കാര്യത്തെ കുറിച്ച് പഠിക്കാനും വരില്ല. അതെ, താല്പര്യമില്ല. വയസ്സാകുമ്പോഴാണ് ക്ലെയിമിൽ വരണത്. വയസ്സായി കഴിയുമ്പോഴത്തേക്കും ക്ലെയിമിൽ വരുമ്പോഴത്തേക്കും കയ്യിലിരിക്കുന്ന പോളിസി 1 ലക്ഷം രൂപയും ആശുപത്രിയിൽ ആശുപത്രിയിൽ പോയിട്ട് ICU അഡ്മിറ്റ് ആകുമ്പോൾ 3 ലക്ഷം രൂപയും. എന്തോ ഈ ഇൻഷുറൻസ് ഉണ്ടെന്ന് പോയിട്ട് നേരെ ആശുപത്രി അങ്ങോട്ട് പോകും. ആശുപത്രി സിറ്റിയിലേ പോകുള്ളൂ. അതെ, അങ്ങനെ ഇത് ആർക്കോ എടുക്കാൻ വേണ്ടിയിട്ടാ ഇപ്പൊ എടുത്ത് ചോദിച്ചത്. സാർ ഇത് 42 വയസ്സ്, 39 വയസ്സ്, 10 വയസ്സ്. എത്ര കവറേജ് വരെ എടുക്കാം മാക്സിമം? അത് 42 വരുമ്പോ നമുക്ക് എത്ര വേണേലും എടുക്കാം. എത്ര വരെ എടുക്കാം മാക്സിമം? നമ്മള് അവരുടെ മറ്റേ ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല എമൗണ്ട് ഒക്കെ എടുക്കാം. അതെന്താ വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് ഒരു സൂപ്പർ ടോപ്പ് എടുക്കണേ നല്ലത്. സാർ അതല്ല, ഫുൾ കവറേജ്, അതായത് എത്ര ലക്ഷം വരെ കൊടുക്കാം, എത്ര കോടി വരെ കൊടുക്കാം? അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് 25-50 വരെയൊക്കെ കൊടുക്കാവുന്ന സംഭവമുണ്ട്, പ്രീമിയം ഉണ്ട്. അല്ല, മാക്സിമം കവറേജ് അവൈലബിൾ എത്രയാന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. മാക്സിമം എത്ര വരുന്നത് അടിച്ചു നോക്കിയാലേ, സിസ്റ്റത്തിൽ അടിച്ചു നോക്കിയാലേ അറിയാം. കൂടിയ കവറേജ് ഇൻകം ടാക്സ് പ്രൂഫ് വേണോ? ഇൻകം ടാക്സ് പ്രീമിയം. ഇൻകം ടാക്സ് വെച്ചിട്ട് കവറേജ് മെഡിക്ലെയിം എടുക്കാൻ പറ്റുള്ളൂ? മെഡിക്കൽ കൊടുക്കാം, പക്ഷെ അവര് മറ്റേ ROന് അപ്രൂവൽ വേണ്ടി വരും, മേജർ എമൗണ്ട് ആണ്. അപ്പൊ അവര് ഇൻകം ടാക്സിന്റെ റിട്ടേണോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതെന്തിനാ സാറേ കൃഷിക്കാരന്? അത് ഈ ഗവൺമെന്റ് അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈവറ്റിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ മോളുടെ അവര് ഇൻകം ടാക്സിന് എക്സംഷൻ, അവർക്ക് ഓൾറെഡി റീഇംബേഴ്സ്മെന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇൻകം ടാക്സ് എക്സംഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഞാൻ 50 ലക്ഷത്തിന്റെ 1 കോടി രൂപയുടെ രജിസ്ട്രേഷൻ ഉള്ളതാണ്, അത് എടുത്തു കൊടുത്തു. അത് ഏതാണ്ട് ഒരു 18 രൂപയോ 20 രൂപ അടുത്ത് മറ്റേ ആയുള്ളൂ. അപ്പൊ അവർക്കത് എക്സംഷൻ കിട്ടി അതിന്റെ കംപ്ലീറ്റ്. അപ്പൊ അവര് കടന്നോട്ടെ, ഇപ്പൊ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്തായാലും ഗവൺമെന്റിന് കാശ് കൊടുക്കണം. അതിപ്പോ നമ്മുടെ സ്വന്തം കാര്യത്തിന് എടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല എന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും ആൾക്കാർ ചിന്തിക്കില്ല. അതാണ്. എന്റെ വീട്ടില് കർട്ടൻ വർക്ക് ചെയ്യാൻ വന്നപ്പോ ഞാൻ 1 കോടിയുടെ പോളിസി കൊടുത്തിട്ടുണ്ട്. ആണോ? ഡെലിവറിക്ക് പൈസ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ മോൾക്കൊക്കെ വിമൻസ് കെയറിന്റെ ആദ്യത്തെ ക്ലെയിം വന്നിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഓഫീസിൽ ഇരിക്കുന്നവര് കിട്ടൂല എന്ന് പറഞ്ഞ ഇരിക്കുവായിരുന്നു. അതായത് ഒറ്റ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറിക്ക് പൈസ കൊടുത്തു. ഡെലിവറി അവർ GMC-യിലാണ് ക്ലെയിം. ഡെലിവറി 1 വർഷം കഴിഞ്ഞല്ലേ കവർ ചെയ്യുള്ളൂ. ഡെലിവറി അവർ GMC-യിൽ ക്ലെയിം ചെയ്തു. പക്ഷെ കുട്ടിക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നപ്പോ സ്റ്റാർ ഹെൽത്ത് ക്ലെയിം കൊടുത്തു. അത് ശരി. 3.5 ലക്ഷം രൂപ കവറേജ് ഉണ്ട് കുട്ടിക്ക്. ബൈ ബർത്തിലെ സ്റ്റാർ ഹെൽത്തില് 5 ലക്ഷം അല്ല തുടങ്ങണത്. അത് സാറേ 5 ലക്ഷം എന്ന് പറയുന്നത് സാറ് മനസ്സിലാക്കണം. ഈ നമ്മള് 1 ലക്ഷം രൂപയുടെ പോളിസിക്ക് 30,000 കൊടുക്കുമ്പോ 5 ലക്ഷത്തിന്റെ പോളിസിക്ക് അത്ര മതി വരുന്നത്. അതെ, കറക്റ്റാ. എന്തിനാന്ന് ഈ മിനിമം 5 ലക്ഷം സാറ് ഞാൻ ചോദിക്കട്ടെ, സാറിന് ഒരു 5 ലക്ഷത്തിന്റെ പോളിസി ഉണ്ടോ? ബേസിക് ഉണ്ടോ? അതുണ്ടോ? ഈ പറഞ്ഞ കറക്റ്റാ, ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഞാൻ സാർ ഇത്രയും വർഷം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിട്ട് സാറിന് ബേസിക് ആയിട്ട് എത്ര കവറേജ് ഉണ്ട്? ഞങ്ങള് ഈ പറഞ്ഞ ഞാൻ 50 ലക്ഷത്തിന് എടുത്തേക്കുന്നു. 50 ലക്ഷം ടോപ്പ് ആയിരിക്കുള്ളൂ, അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് 30 എന്നുള്ള മറ്റേ ഗ്രേഡ് അനുസരിച്ചിട്ട് 50 വരെ പിന്നത്തെ സ്ലാബിലോട്ട്. GMC കഴിഞ്ഞ തവണ ഞാൻ 50 എടുത്തു,
ഇപ്പൊ റിട്ടയർ ആകുമ്പോ ഇനി പ്രശ്നമില്ല, അത് കാരണം 50 വരെ മാക്സിമം പോകും. അത് GMC അല്ലേ? GMC ഇപ്പൊ പഴയ അപ്പോയിന്റ്മെന്റ് ഉള്ള ആൾക്കാർക്കൊക്കെ എല്ലാം ഉണ്ട്, പുതിയ ആൾക്കാർക്ക് കിട്ടില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ഒരു സിമ്മി നായർ ലഫ്റ്റനന്റ് കേണലാണ് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് 25 ലക്ഷം രൂപയുടെ കോംപ്രിഹെൻസീവ് പോളിസി എടുത്തിട്ട് പോയി. അപ്പൊ അവർക്ക് കിട്ടണേക്കാളും കൂടുതൽ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എംപ്ലോയറും കൂടെ കട്ടിങ് കിട്ടും, എംപ്ലോയറുടെ കിട്ടും. അവർക്ക് കിട്ടുന്ന ആനുകൂല്യത്തെക്കാളും കൂടുതലാണ് ശരിക്കും പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലാവണേ. അതെ, അല്ല ഞങ്ങളുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വേറെ പാറ്റേണാ. അതാ പറഞ്ഞത്, പുതിയ മറ്റേ എന്താ പറഞ്ഞ പുതിയ അപ്പോയിന്റ്മെന്റുകൾക്കൊന്നും ഇതുപോലെ ബെനിഫിറ്റ് ഇല്ല. പുതിയ ആൾക്കാർക്ക് കുറവാ. എസ് ബിയില് പഴയ ബ്രാഞ്ച് മാനേജർമാർക്ക് റിട്ടയർഡ് ആകുമ്പോഴും 7 ലക്ഷം രൂപയുടെ ഒരു മെഡിക്കൽ എക്സ്പെൻസ് കവറേജാ ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ കാലത്ത് ബാങ്ക് മാനേജർക്ക് അത് ഉണ്ടാവില്ല. പുതിയ അപ്പോയിന്റ്മെന്റ് അവർക്ക് ഇൻഷുറൻസ് GMC അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ, അത്രേ ഉള്ളൂ. ഇത് കമ്പനി ഇതല്ല, അത് കാരണം പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. ശരിയാ, വേറെ ക്ലെയിം ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഈ പുള്ളിക്കാരത്തിക്ക് റിട്ടയർഡ് ആകുമ്പോൾ ഏതാണ്ട് 3 ലക്ഷം അതങ്ങണ്ട് മാത്രമേ ഉള്ളൂ. അത് പാനൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ. ഒരു കേന്ദ്ര ലഫ്റ്റനന്റ് കേണലാണെന്ന് പറഞ്ഞേ. അല്ല, ഇപ്പത്തെ പുതിയ സംഭവം കണ്ടില്ലേ, മറ്റേ 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഗവൺമെന്റ് നടത്തിയേക്കുന്നേ. ഞാൻ വിചാരിച്ചു അത് അടിപൊളി സംഭവമാണല്ലോ എന്ന് ചോദിച്ചു. നല്ല കാര്യമാണ്. അതിലെ 1 വർഷത്തേക്ക് ക്ലെയിം ഇല്ല. അതായത് ആയുഷ്മാൻ ഭാരത് അല്ലേ സാറ് പറയണേ? അതന്നെ. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ട്, നല്ലതാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ്. കാരണം 70 വയസ്സ് കഴിഞ്ഞാൽ പല ആൾക്കാരെ ഇൻഷുറൻസ് ചേർക്കാൻ പറ്റണില്ല. അതെ. അല്ല, അതിപ്പോ ഗവൺമെന്റ് അത് വേറൊരു കാര്യം പേപ്പറിൽ കണ്ടാണ്. ആദ്യത്തെ 1 ലക്ഷം രൂപയുണ്ടല്ലോ, 1 ലക്ഷം രൂപ കിട്ടില്ല. ആദ്യത്തെ 1 ലക്ഷം രൂപ കിട്ടത്തില്ല. ശരി, അതാണ് നമ്മൾക്ക് ഒരു മൈനർ ഓപ്പറേഷൻ ആണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് വരുള്ളൂ. അത് കിട്ടിയില്ല പിന്നെ എന്താ കാര്യം? 1 ലക്ഷം രൂപ വരെ അല്ല, മൈനർ ഓപ്പറേഷൻ ആണെങ്കിലും എന്താണെങ്കിലും 1 ലക്ഷം രൂപ വരെ കിട്ടത്തില്ല. 5 ലക്ഷം രൂപയുടെ കവറേജ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുണ്ട്. ഇത് എത്ര സാധാരണക്കാർക്ക് അറിയാം? അതാ മിക്കവർക്കും അറിയില്ല. ഇനി രണ്ടാമത് ഇതുമായിട്ട് പോയി ചെല്ലുമ്പോഴത്തേക്കും ഈ പാനൽ ആശുപത്രിയിൽ അവർ എടുത്തില്ലെങ്കിൽ ആശുപത്രി ഫണ്ട് കിട്ടാതെ, അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്കീമിൽ പോലും ഫണ്ട് കിട്ടാതെ പ്രൈവറ്റ് ആശുപത്രികൾ പുറകോട്ട് പോവാ. അതായത് ക്ലെയിം വരുമ്പോൾ 2 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം ആശുപത്രി കൊടുക്കണമല്ലോ. ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടണ്ടേ? അല്ല, അതുകൊണ്ടാണ് പത്രവാർത്തയിൽ ഇത് അതിനാ സ്കീമിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നു പറയുന്നത്. ഇപ്പൊ ഈ ആശുപത്രി ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കി നല്ല കാര്യമാണ്. വേറെ കാര്യം എന്ന് വെച്ചാല് ഞാൻ ആലോചിച്ചു ഭയങ്കര നല്ല സംഭവമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രപ്പോസൽ ഫോമിനകത്തൊക്കെ ആയുഷ്മാൻ ഭാരത് ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട് ഇപ്പോ. പുതിയതായിട്ടല്ലേ? എല്ലാ പ്രപ്പോസൽ ഫോമിനകത്തും കൊണ്ട് ആയുഷ്മാൻ ഭാരത്. അത് ഉണ്ടെന്ന് പറഞ്ഞാൽ കവറേജ് കിട്ടില്ലേ? അല്ല, അത് ഇതൊക്കെ ഓരോ സിസ്റ്റം കൊണ്ടുവന്നിട്ടിരിക്കണേ ഉള്ളൂ. കാരണം 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷത്തിന്റെ പോളിസി അവിടെ കിട്ടൂല. ഇവിടെ 10 ലക്ഷം രൂപയുടെ പോളിസിക്കകത്ത് അതിനേക്കാൾ നല്ലത് ഇവിടെ 10 ലക്ഷത്തിന്റെ പോളിസിക്കകത്ത് ഒരു 50,000 1 ലക്ഷം ഡിഡക്റ്റബിൾ എടുത്താൽ പോരെ? അതെ, എന്നാലും അതാ പറഞ്ഞ ഡിഡക്റ്റബിൾ എടുക്കുമ്പോൾ പ്രീമിയം വളരെ കുറയും. പിന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അതാ പറഞ്ഞ 1,17,000 രൂപ പ്രീമിയം അടക്കേണ്ട സ്ഥാനത്ത് 60,000 രൂപയ്ക്ക് 68 വയസ്സുള്ള ഒരാൾക്കും 62 വയസ്സുള്ള ഒരാൾക്കും ഞാൻ 60,000 രൂപയ്ക്ക് 50 ലക്ഷത്തിന്റെ പോളിസി മെഡിക്കൽ ചെയ്ത് കൊടുത്തു. അപ്പൊ പിന്നെ ഈ വേറെ കേസ് ഈ ആയുഷ്മാൻ ഭാരത് നല്ലതാണ് സാറേ. എന്താ കാര്യം വെച്ചാല് പിള്ളേര് തുടങ്ങിയിട്ട് എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് 4 വർഷമായ ഒരു കൊച്ചിനെ ഇൻഷുർ ചെയ്യാൻ നടക്കണം. ഫോളോയിങ് ബൈ ബർത്ത് ന്യൂറോ പ്രോബ്ലം ഉണ്ട്, എടുക്കൂല. ഇനി 70 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന പല ആൾക്കാർക്കും ഇൻഷുറൻസിൽ ചേരാൻ പറ്റുന്നില്ല. വിരലിലെണ്ണാവുന്ന ആൾക്കാരെ ഇൻഷുറൻസിൽ ചേർക്കാൻ അല്ല, ഞാൻ പറയാം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വലിയ കാര്യമാണ്. ഈ കുടുംബക്കാർക്ക് 1 ലക്ഷം ഉണ്ടാക്കിയാൽ പോരെ, 5 ലക്ഷത്തിന്റെ ഇത് കിട്ടൂലേ? സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക് പൈസ ചെലവില്ലല്ലോ, പൈസ 4 ലക്ഷം വരെ കിട്ടും. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. ഈ യൂട്യൂബിൽ കൂടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനം. പോസ്റ്റ് ഓഫീസിൽ 750 രൂപയ്ക്ക് പറയാനത് പേഴ്സണൽ ആക്സിഡന്റ് കവർ, ഒരു ടൈലർ മെയ്ഡ് പോളിസി നിവാബൂപ്പ എന്ന് പറയുന്ന ഒരു കമ്പനി കോൺട്രാക്ട് എടുത്ത് ചെയ്യണതാ. GMC ടൈലർ മെയ്ഡ് പോളിസി. ഇത് നമ്മളിവിടെ 17,000 രൂപ പ്രീമിയം വരുമ്പോ എന്തിനാ 755 രൂപ എടുത്ത് വെച്ചേക്കുക? എന്തോ ആൾക്കാരെ കൺഫ്യൂഷൻ ആകുമ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒരു ചുമ്മാ
ഒരു ഒരു 750 രൂപയ്ക്ക് മെഡിക്ലെയിം പോളിസി എന്ന് പറഞ്ഞിട്ടാണ് ആരോഗ്യ ചെലവുകൾക്ക് ബുദ്ധിമുട്ടുണ്ട എന്ന് പറഞ്ഞിട്ട് 750 രൂപയ്ക്ക്. ഏത് കമ്പനി കൊടുക്കാൻ പറ്റും 750 രൂപ മുടക്കിയിട്ട് ഒരു പനി വരുമ്പോ 30,000 ആര് കൊടുക്കാൻ പറ്റും? അത്ര ആലോചിച്ചാൽ മതി സംഭവം. അത് പോരെ. അല്ല, ആൾക്കാർക്ക് അറിയില്ല. കാരണം ആൾക്കാര് ഇപ്പോഴും മെഡിക്ലെയിം പോളിസി വേണോ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സംശയത്തിലാണ്. അല്ല, എന്താ ഇത് ശരിക്കും ഇതിനെ കുറിച്ച് അറിയില്ല. എന്നാൽ പല ആൾക്കാരും എല്ലാം അറിയാന്നുള്ളതാണ് നമ്മൾ പറയുമ്പോ. ഇന്നാവട്ടെ നാളെ ആവട്ടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. അത് ഒരു 2 മാസം മുമ്പ് പോളിസി എടുക്കാൻ വന്നു. അപ്പോ വന്നു കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അയച്ചൊക്കെ കൊടുത്തു. 1,50,00,000, 10,00,000, 5,00,000 ഒക്കെ പല കോട്ടടിച്ച് കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് നോക്കട്ടെ, ഞാൻ ഒന്നുകൂടെ പഠിക്കട്ടെ എന്നാണ്. പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിളിച്ചു പുള്ളിയുടെ വൈഫുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ വൈഫിനെ കൊണ്ട് ഞാൻ സംസാരിച്ചു. ആ പുള്ളിക്കാരത്തിയും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ഇപ്പോഴും വർക്കിലാണ്. പുള്ളിക്കാരത്തിയോട് പറഞ്ഞു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും. നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ ചേരത്തുള്ളൂ, നിങ്ങളുടെ അടുത്ത് തന്നെ ചേരുള്ളൂ. കാരണം ചേച്ചി ഇവിടെ വർക്ക് ചെയ്യണതല്ലേ, ടെമ്പററി സ്റ്റാഫ് അവിടെ. അപ്പൊ 1 മാസം കഴിഞ്ഞിട്ട് പിന്നെയും മിണ്ടണില്ല. അടുത്ത മാസം ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് മിണ്ടണില്ല. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പറയാ സ്കൂട്ടറിൽ നിന്ന് തെന്നി വീണിട്ട് കാല് ടെൻഡൻ ഇഞ്ചുറി ആയി, സർജറി ആയി, 1,70,000 രൂപ കഴിഞ്ഞിപ്പോ വീട്ടിലിരിക്കാന്ന്. എന്തോ പറയാനാണ്. അതാ പറഞ്ഞു, അറിയാത്തവളൊക്കെ ചൊറിയും പറയും. എവിടെ ചൊറിയുമ്പോ അറിഞ്ഞിട്ടെന്തോ കാര്യം. ഇതിനകത്ത് ആശുപത്രിയിൽ പോയി തല വെച്ച് കൊടുത്തിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇത് നീ എടുക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, നമ്മള് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന്റെ പ്രീമിയം എന്ന് പറയും സാറേ. അത് എത്ര ലക്ഷത്തിന് വേണമെന്നുള്ള പറ. എല്ലാം ഒരു 50 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം 3 കോട്ട് ഇട്ടതാ. 49, 42, 39, 10. എത്ര ഒന്നും കൂടെ പറഞ്ഞേ. 42, 39, 10. 42, 39, 10. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ.